ആരെങ്കിലും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തോ? ഒരത്ഭുതം, മിറാക്കിൾ, അത്രേ പറയാൻ പറ്റൂ. ആന്റിയുടെ മാറ്റത്തിനും അത് തന്നെ സംഭവിക്കണം, ഒരു മിറാക്കിൾ. പ്രകാശ്, എന്താ മിറാക്കിൾ? പറ. യമുനാന്റിയുടെ കാര്യത്തിൽ എന്താ താൻ പ്രതീക്ഷിക്കുന്നത്? താൻ പറയില്ല, പക്ഷേ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. പുലി വരുന്ന എന്ന് കരഞ്ഞു വിളിച്ച ആട്ടിടേന്റെ ഫലമായിരിക്കും ഇതിന്റെ അവസാനം. യഥാർത്ഥത്തിൽ പല്ലിൽ കോർത്ത് പിടയുമ്പോഴേക്കും എല്ലാവരും വെറുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് എന്താ വിശ്വാസമാവാത്തത്? യമുനാന്റെ വിളിച്ചു പറഞ്ഞത് സത്യ. ചേച്ചി അങ്കിളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ രണ്ടാളോടും അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞാ പോരെ? അപ്പൊ യമുനാന്റിക്കും കൂടെ ഇരിക്കാലോ. ഞാനത് ചോദിച്ചു അമ്മയോട്. വരൂ, ഊണെടുക്കാം. വേണ്ട, അവിടെ ഒന്നും വച്ചിട്ടില്ലെന്ന് യമുന വിളിച്ചു പറഞ്ഞു. അത്ര ദാരിദ്ര്യമല്ലേ അവിടുത്തെ അടുക്കളയിൽ? അതിനർത്ഥം ഞാനിവിടെ നിന്ന് കഴിക്കണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ടെന്നാ. ദേവൻ പരിധി വിട്ട് ചിന്തിക്കുകയാണ് യമുന. അത് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഗ്ലോറി തോറ്റു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ആദ്യം എന്നെ വിളിച്ചേ. പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയപ്പോ ഫോൺ കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു. തൊട്ടു മുമ്പേ സംസാരിച്ച ആളെയല്ല. അപ്പോഴാ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു കട്ട് ചെയ്തു. തിരിച്ചു വിളിച്ച പിന്നെ ഏത് അവസ്ഥയിലാ സംസാരിക്കുമെന്ന് കരുതിയാ ഞാൻ. അച്ഛൻ വീട്ടിൽ നിന്നേ കഴിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അമ്മയ്ക്കും അതാ സന്തോഷം. പിന്നെ ഇതിനൊരു ചർച്ച വേണ്ട. എന്തും സാധിച്ചു കൊടുക്കുന്ന എന്നെ യമുന വീണ്ടും പരീക്ഷിക്കുക. നമ്മുടെ കുടുംബത്തൊരു പൊട്ടിത്തെറി ഒരുപാട് ദൂരെയല്ല. ചില നേരത്ത് ഞാനും ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കില്ലേ? ദേവൻ പോയി ബഹളം വെക്കട്ടെ. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിക്കട്ടെ. എല്ലാവരും കൂടെ തീയിൽ കിടന്ന് പടഞ്ഞിട്ടെന്താ? അമ്മേ, ഇന്നെന്താ ഇവിടെ ഭക്ഷണമൊന്നും വെക്കാതിരുന്നത്? വെച്ചല്ലോ, എല്ലാം റെഡിയാ. യമുന എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? കുറച്ചു മുമ്പേ പറഞ്ഞു അങ്കിള് കഴിക്കാനുണ്ടാവില്ല എന്ന്. ഓഫീസിൽ എന്തോ പാർട്ടിയാണെന്ന് പറഞ്ഞു. എന്താ അങ്കിൾ? ഒന്നുമില്ല. അങ്കിള് കഴിച്ചില്ലേ? ദേവട്ടൻ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല. എന്തു പറ്റി? ഞാൻ സന്ധ്യയോട് പറഞ്ഞിരുന്നല്ലോ. എന്തിന്? മനസ്സിന് സന്തോഷമുള്ള ദിവസമല്ലേ, എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കട്ടെ എന്ന് കരുതി. എനിക്കും സന്തോഷമുണ്ടായിരുന്നു. നമുക്കൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും ഞാൻ കരുതി. നിന്റെ ആശ്വാസം നേരിട്ട് കാണണമെന്നും. ഇത് കുറച്ച് ക്രൂരമായി പോയി. സന്ധ്യയുടെ വീട്ടിൽ നിന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ എന്റെ മനസ്സ് അതോടെ മാറുമെന്ന് തകരിയല്ലേ? എന്നെക്കുറിച്ച് അല്പം കൂടെ മാന്യമായി ചിന്തിക്കായിരുന്നു തനിക്ക്. എന്റെ മനസ്സിൽ എല്ലാ പരിശുദ്ധിയും ഞാൻ തനിക്ക് തന്നിട്ടുണ്ട്. തന്റെ വാശികൾ അനുസരിക്കുമ്പോഴും തന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാടോ ഞാൻ. എന്റെ ഭാര്യയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റിയതല്ല. എനിക്കറിയാം, എന്റെ മാന്യത കുറവുണ്ടാ ഞാൻ. ഉറക്കൊരു സംസാരം നമ്മൾ തമ്മിൽ ഉണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശ്രദ്ധിക്കണം. എപ്പോഴും എനിക്ക് തന്നെ നിയന്ത്രണം കിട്ടിയെന്ന് വരില്ല.
എടോ, മനുഷ്യനെ പരീക്ഷിക്കുന്നതിനൊരു അതിലുണ്ട്. ഇത്ര നേരവും ഞാൻ അവളുടെ അടുത്തിരുന്ന് നാളത്തെ കേസിനെ കുറിച്ച് വിസ്തരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ഭാവഭേദവും ഇല്ലാതെ അവളവിടെ തപസരിക്കുക. അവളുടെ ഭാവം കണ്ടാൽ ദുബായിക്കാരോട് ഒപ്പിടാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞതായിട്ട് തോന്നുന്നു. നാളെ കോടതിയിൽ കയറി നിൽക്കുമ്പോഴേ ദുബായി കമ്പനിക്കാർ വരാത്തത് കൊണ്ടാണ് അവളെ അണ്ണാക്ക തുറക്കാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കേസിനെ കുറിച്ച് എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. അവളോട് നാവ് തുറക്കാൻ പറ. ഗ്ലോറി, വക്കീല് കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടും താനെന്തൊന്നും മിണ്ടാത്തത്? നാളത്തെ വിചാരണ ക്രൂഷ്യലാണ്. താൻ സഹകരിക്കാതിരുന്നാൽ വക്കീൽ എന്ത് ചെയ്യും? അല്ല, എന്താ അവരുടെ ഉദ്ദേശം? എനിക്ക് തോന്നുന്നത് ആ ഷോക്കിൽ നിന്ന് ഗ്ലോറിയുടെ മനസ്സിലൂടെ ഫ്രീ ആയിട്ടില്ലെന്ന്. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. ഞാൻ ആദ്യം കണ്ടേ